തെറ്റിദ്ധരിക്കണ്ട, ബാത്റൂമിൽ പോവാനല്ല, തണുത്തിട്ടാ. രണ്ട് ക്യാമറകൾ കൂട്ടിമുട്ടിയപ്പോൾ അയ്യോ, നിങ്ങളുടെ ഹണിമൂൺ അല്ല, മാറിപ്പോ. വാവ്, ഗുഡ് മോർണിംഗ്. ഡേ 3 ആയി. ആ കളകളാരവം കേട്ടോ, ഇതോ അവൻ മേലൊക്കെ കഴുകി. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പം പുറത്ത് പോകണം, ഒരു രക്ഷയില്ല ചെറുക്കനെയും കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങൾ നല്ലതായതുകൊണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി റെഡി ആയി കഴിഞ്ഞ് പുറത്ത് പോയിട്ടുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ. റെഡി ആവട്ടെ, ടൈമായി. കഴിഞ്ഞ അവൻ്റെ കാര്യത്തിൽ ഇല്ല, നോട്ട് പോസിബിൾ. ഓക്കെ, ഹായ് ഗൈസ്. സോ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ സെക്കൻഡ് ഡേ ഔട്ട്. ഈ മാലയാണ് ഞാൻ കൊളാബ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഒരു സാരി വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ റിപ്പബ്ലിക് ഡേ ആണിന്ന്. ഹാപ്പി റിപ്പബ്ലിക് ഡേ. അതിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. അത് കാണാൻ അവിടെ വരെ ചെന്നപ്പോൾ ആയിട്ടില്ല, ഫ്ലാഗ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. ആക്ച്വലി ഇവിടെ എല്ലാം നല്ല തണുപ്പാണ്. 13 ഡിഗ്രി ഉണ്ട്. എല്ലാവരും മറ്റേ സ്വെറ്ററൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. ഞാൻ സ്ലീവ്ലെസ് ഇട്ട് സാരി കൊടുത്ത് തേരാപ്പാര നടക്കുന്നുണ്ട് ഇതിന് വഴി. ഞാൻ ചേച്ചിനെ പോയി വിളിച്ചിട്ട് ഫുഡ് കഴിക്കും. പോട്ടെ. अतिथि महोदय का आगमन हो चुका है। मैं सभी से अनुरोध करता हूँ एक बार जोरदार तालियों के साथ आज के प्रमुख अतिथि महोदय श्री सुजय लाल हौसेन, इंडियन पुलिस सर्विस HDG महोदय का मैं इस प्रांगण में हार्दिक स्वागत करता हूं। ഞങ്ങള് ബസ്സിൽ കയറി. ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. ആ പ്രസംഗത്തിന്റെ ആളിത്. ഈ മുഖത്ത് എക്സ്പ്രഷൻ കണ്ട് തെറ്റിദ്ധരിക്കണ്ട, ബാത്റൂമിൽ പോവാനല്ല, തണുത്തിട്ടാ. കുടുംബം മുഴുവൻ അരിച്ചു. അപ്പം ഞങ്ങൾ ഏതോ രണ്ടിന്റെ നടുക്കൂടെ പോകുന്നൊക്കെ അവിടുന്ന് പറഞ്ഞു. എനിക്ക് റോഡ് ടു ഹെവൻ. അതായത് രണ്ട് സൈഡിലും കടലായിരിക്കും, അതിന്റെ നടുക്കായിരിക്കും റോഡ്. ഇതാണ് റോഡ് ടു ഹെവൻ. നമ്മുടെ എറണാകുളത്തില്ലേ അതുപോലെ രണ്ട് സൈഡും കായലും നടുക്കൂടെ കടൽ. ഇത് കടല. നമ്മൾ പിന്നെ അവിടെ പാമ്പൻ പാലത്തിൽ പോകണം, അങ്ങനെ കാണണമെങ്കിൽ. മനസ്സിലായോ? സോ ആട്ടെ, നമ്മളിപ്പോ അങ്ങോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നില്ല, അല്ലെങ്കിൽ ഇവര് കുറെ സ്ഥലത്തിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒന്നും ഞാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മള് അതാണ് ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ട് ലഞ്ച് കഴിച്ചിട്ട് പർച്ചേസ്. ഓ മൈ ഗോഡ്, പർച്ചേസിന് കണ്ടോ, തുള്ളി തുള്ളിയാണ് ഞങ്ങള് റോഡ് ടു ഹെവൻ
ഇതാണ്, അതായത് ഇത് റോഡ്, ഇതിൻ്റെ അപ്പുറവും കടൽ, ഇപ്പുറവും കടൽ. അതാണ് റോഡ് ടു ഹെവൻ. ഇതാണ് തണുപ്പ്. ഇത് അവനെ പറ്റി പറഞ്ഞ നിന്നെയാണോ? എന്റെ പൊന്നെ, അവൻ ഐസ് വെള്ളത്തിലെ കുളിക്കുന്നവൻ. രണ്ട് ക്യാമറകൾ കൂട്ടിമുട്ടിയപ്പോൾ അതെ, ഇത് ശ്രുതിയുടെ ക്യാമറയാണ്. എത്ര ഫോട്ടോഷൂട്ട് ഇത് ഏതാ സ്ഥലം? ഇത് എങ്ങനെ പറയണത് മറന്നു വരാം. റോഡ് ടു ഹെവൻ. രണ്ട് സൈഡും കടലാണ്, ഇടതും കടലാണ്, വലതും കടലാണ്. റോഡ് ടു ഹെവൻ, റോഡ് ടു ഹെവൻ. ഇത്രയ്ക്ക് ആവേശമായ സ്ഥിതിക്ക് നമുക്ക് ഇനി പോകുന്നതിൽ നമുക്ക് അന്താക്ഷരി ഗ്രൂപ്പായിട്ട് കളിക്കാം. അങ്ങനെ നമുക്ക് എടാ, ക്യാമറമാൻ ആവേശം ഇല്ലെന്ന് ഇവിടെ. ഇതുങ്ങളെയൊക്കെ എന്തിനാ ഈ വെച്ച് കയറ്റിയ എന്നുള്ള മുഖഭാവം. നമുക്ക് ഭാര്യ വരാതെ പാടണ്ട പോലും. അയ്യോ, നിങ്ങളുടെ ഹണിമൂൺ അല്ല, മാറുപോ. റെഡി? ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശിഷ്യരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ശാലീന മൗനമാകുമി ശാലീന മൗനമാകുമി പൊന്മണിച്ചെപ്പിനുള്ളിലായി മൂടിവച്ച നിഗൂഢഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി ഇന്നിതാ നൃത്തലോലരാ. ഈ പ്രപഞ്ച നടനവേദിയിൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നക്ഷത്ര കന്യകൾ. നടച്ചാലുമെന്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കന്മത പൂവിടർന്നാൽ കളങ്ങൊഴുക്കുന്ന കന്മത പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന കർപ്പൂരമാണല്ലോ നീ. ഇത് വർക്ക് ചെയ്യുന്നില്ല നീ. ഓക്കെ, അടുത്ത നമ്മുടെ ഗംഭീരമായ മേളം കഴിഞ്ഞ് ഞങ്ങള് കണ്ടോ, സന്തോഷായിരുന്നു. വീഡിയോയാ മോൾ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. മാളുവിന് ഐ ലവ് യു. ഓക്കെ, ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ, ഇനിയും കാണാം കേട്ടോ. വന്ന് ഒളിഞ്ഞ് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടിയ ചായ ഞാൻ നിങ്ങളുടെ ടീ ബ്രേക്കിന് നിർത്തി. നമ്മള്
ആണോ? അതല്ലേ നേരിട്ട് കാണാത്തോണ്ടാ. അല്ല ഇന്നലെ പോടാ. കുറിച്ച് പറഞ്ഞു ഓക്കെ, അപ്പം മാളുവിന് ഞാൻ അന്വേഷിച്ചു. ടാറ്റാ. ഞങ്ങൾ ചായ പിന്നെ മാമണി മാളുവിനെയും മാമനെയും ഞാൻ അന്വേഷിച്ചു. രണ്ടുപേരെ അന്വേഷിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇപ്പോൾ ഇപ്പം നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, ഞാൻ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച് മോഹൻജുദാറോ ഹരപ്പ ആ പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിനി അകത്ത് കണ്ടിട്ട് തിരിച്ച് ടെൻറ്റിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ടാണ് പർച്ചേസ് ഒക്കെ ഉള്ളത്. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. ഇതാണ് പാത്ത് വേ, അങ്ങോട്ടേക്കുള്ള പാത്ത് വേ ഇതാണ്. അവിടെ പട്ടാളക്കാരൊക്കെ കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം. ഇവിടെ മൊത്തം കുടിലുകളാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സമ്പ്രദായം പാലിച്ചുകൊണ്ട്, ആക്ച്വലി എനിക്ക് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് നോ, പക്ഷെ ഞാൻ ഇത്തവണത്തെ എൻ്റെ ഡ്രസ്സിങ് എല്ലാം പക്കാ പ്ലേസിന് കറക്റ്റായിരുന്നു. ഇന്നലെ ഞങ്ങൾ പോയ പ്ലേസിന് കറക്റ്റായ ഡ്രസ്സിങ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ഇവിടുത്തെ ഒരു കുടവും കൂടെ തന്നാൽ ഞാൻ ഇവിടുത്തെ ആളായി. 2 കുത്തും കൂടെ ഇടയിൽ കൂളിംഗ് ഗ്ലാസ് മാറ്റാം, ഷെയ്ഡ്സ് മാറ്റണം. നിൽക്കുന്നില്ല, അവനെ പൊക്കട്ടെ. ഞങ്ങൾ ഇപ്പം ഇറക്കുമതി ചെയ്തത്. എന്റെ മാല കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ആ പിന്നെ ഇതൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് അവർ താമസിച്ചിരുന്ന കുടിലെന്ന് തോന്നുന്നു. ബാത്റൂമൊക്കെ ഉണ്ട്. ക്യാമറാമാൻ ഞങ്ങളിവിടെ ഒത്തുവീണ അവസരത്തിൽ ഞങ്ങളൊരു ഗുജറാത്തി റീക്രിയേഷൻ ഫോട്ടോഷൂട്ടാണ് നടത്താൻ. പക്ഷെ എൻ്റെ സാരിയുടെ ഒന്ന് ഇരിക്കാതെ. സോ ഞങ്ങൾ ഹാരപ്പ വിസിറ്റ് ചെയ്തപ്പോൾ ചേട്ടൻ ചേട്ടൻ ചാട്ട് ചെയ്തിരുന്നു. ആ കൂണില് മതി. കണ്ട, കൂണില് ഇവിടുത്തെ ചാട്ടാണ്. നമ്മളുടെ പൊരിയും ഇത് കോൺഫ്ലെക്സ് ആണോ എന്തോ അതുപോലത്തെ ഒരു സാധനം, കടലയും. ഇത് മറ്റേ ആ സാധനല്ലേ, ഇതിന്റെ പേരെന്നായിരുന്നു എന്തോ. കണ്ട, സ്പൂണ് വിട്ട് തന്നു. താങ്ക് യു. നമുക്കത് തെളിയിക്കണം. വണ്ടിയിൽ നമ്മൾ ഇരുന്ന് ഓടിച്ചിട്ട് പറ്റുള്ളൂ. ഡ്രൈവിംഗ് സീറ്റ് നമുക്ക് നമ്മൾ ഇവിടെ മാഗ്നറ്റിക് ഏതോ ഫീൽഡിലാണ് വന്നത്. മാഗ്നറ്റിക് ഫീൽഡ് വണ്ടി തന്നെ പോകാൻ പോലും. സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വണ്ടി ഓടിക്കണ്ട പോലും. കാറ്റത്ത് പോണതോ? ഇവിടുത്തെ ഒരു കാലാവസ്ഥയും ചൂടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത് തോന്നുകയല്ലേ, പിന്നെ മരുപ്പച്ച തോന്നുക എന്ന് പറയുന്ന പോലെ ഒരു ഇല്യൂഷനാണ് നമുക്ക് തോന്നുന്നത്. ന്യൂട്രലാണോ വണ്ടി? വണ്ടി ന്യൂട്രലാണ്. അയ്യോ നോക്കാൻ പറ. there is nothing. ഇത് ആക്ച്വലി ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ല. ജസ്റ്റ് ഇത് കാണുമ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പോലെ നമുക്ക് ഇറക്കാണ്, പക്ഷെ ശരിക്കും കയറ്റായിട്ട് തോന്നും. അത് കാരണം ഇതിങ്ങനെ വലിക്കുന്നത് പോലെ വണ്ടി ന്യൂട്രൽ ഇടുമ്പോൾ തന്നെ ഓടി പോവുക ചെയ്യും. ഞങ്ങൾ ഇവിടെ വീണ്ടും ടെൻറ്റിലെത്തി. കണ്ടോ, ഇവരൊക്കെ കഴിച്ചു. ദുഷ്ടന്മാർ. ഞാൻ ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ ഇപ്പോഴാണ് ഊണ് കഴിക്കുന്നത്. ഇപ്പോൾ സമയം എത്രയും 5 മണി അല്ലേ? 5 മണി ഊണ് കഴിക്കാൻ പോകുന്നത്. അവർ കഴിച്ചില്ല. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. കണ്ടോ, എൻ്റെ ചുണ്ടിലൊരു കുരു വന്നു. നീ കണ്ടോ?
ഓ വേനെടുത്തിട്ട് വയ്യ കണ്ടാ. അവൾ കഴിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നിൽക്കുക. ഷോപ്പിങ്ങിന് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫോണിന് ചാർജില്ല, ചാർജ് ചെയ്യണ്ടേട്ടെ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഹലോ, അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. പറഞ്ഞ ഷോപ്പിങ്ങിന് വന്നു. ഇതിങ്ങനെ കൂര പോലെ ഇഷ്ടം പോലെ ഇരിക്കുകയാണ് കണ്ടോ. തനി ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇന്നലത്തേലും കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്. ഏതാ കണ്ടോ. ഇതിൻ്റെ പേരെന്തായാലും ഡബേലി. ഇത് ഇവിടുത്തെ ഫുഡാണ്. ഓക്കെ, വേണമെങ്കിൽ ഒന്നുകൂടി മേടിക്കാം. വേണ്ട ഒരെണ്ണം മതി. അറിയില്ല കേട്ടോ, ഒന്നും ചെക്ക് ചെയ്തോളൂ. ഞാനപ്പം പറഞ്ഞു ആരോ പോയി വന്നു. ഒന്നുകൂടി മേടിക്കാം. ഹലോ ഗൈസ്, പെട്ടൊന്നുമില്ല. ഞങ്ങൾ വീണ്ടും മറ്റേ ഡെസേർട്ടിൽ പോയി. ഞാൻ പോയില്ല, വന്നപ്പോൾ ലേറ്റായി. ഇനി അതിനും കൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ടയർഡാവും. അപ്പോൾ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി റെഡിയായി ഞങ്ങൾ രണ്ടുപേരും വന്നു. ലുക്ക്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിക്കാൻ പോവാണ്. കാണിച്ചത് ഊത്തപ്പം. അതെന്താണോ എന്തോ കോളിഫ്ലവർ ആയിരിക്കും. അതിൻ്റെ അപ്പുറത്ത് എന്താ ഇതൊക്കെ ചമ്മന്തി, സാമ്പാർ, പൈനാപ്പിൾ, പപ്പായ. ഓ ഇത് പനീർ. चौदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. चौदवी का चांद हो या खेलती है तबस्सुम की बिजलियां. Guys, day 3 over. ഡാൻസ് ഞങ്ങൾ ഡാൻസ് കളിച്ച് തളർന്നു ഗൈസ്. ടോട്ടലി ഒരുപാട് തളർന്നിരുന്നു. അടിപൊളിയായിരുന്നു. Last third day was awesome, and as usual, the energy engine Shruti Rajinikanth has made wonderful, superb. Okay. So good night. It's a good night. Day 4 ൽ കാണാം. Bye. Bye.